ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ കങ്കുവ ഫിലിം എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കങ്കുവ സിനിമയുടെ റിവ്യൂസ് കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കോക്കിൻ്റെയൊക്കെ അവിടുന്ന് ആ ഡ്രസ് കോഡ് പോലും കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ചെയ്തിരിക്കുന്ന റിവ്യൂസ് കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അപ്പം ഇതിൻ്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഫിലിം റിവ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോർട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് 91A ആർട്ടിക്കിൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ആ ഒരു അവകാശമാണെന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഡീസൻസി, മൊറാലിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന കീപ്പ് ചെയ്യുക, ഡിഫോമേഷൻ, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫിലിം എനിക്ക് തോന്നുന്നു 350 crore അത്രയും ബഡ്ജറ്റിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഫിലിം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിൽ എബോ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫിലിമിൽ സൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടറിനോട് നമുക്കുള്ള ഒരു ഇഷ്ടം, അതെനിക്കൊന്ന് തമിഴ്നാട്ടിലുള്ള ആൾക്കാരെക്കാളും ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടം ഈ പറയുന്ന കേരളക്കരയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ മനുഷ്യരിൽ നിന്ന് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഉണ്ടാവുന്ന ഒരു ഫിലിമിന് ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ആ എക്സ്പെക്റ്റേഷൻ്റെ അത്രയും എത്താത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന കണക്ക് വല്ലാത്ത രീതിക്കുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അത്രയൊക്കെ പറയാനുള്ള രീതിക്കില്ലായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് സൂര്യയുടെ വൈഫ്, നമുക്കറിയാവുന്ന കാര്യമാണ്, ജ്യോതിക ഒരു ഫേമസ് ആക്ട്രസ് ആണ്. അതിലപ്പുറത്തേക്ക് അവർ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ്, ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. അപ്പം അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പം പറയുന്നതെന്ന് പറയുന്നത്. അതായത് ജ്യോതിക, ഐ പെൻ ദിസ് നോട്ട് as ജ്യോതിക ആൻഡ് സിനിമ ലവർ ആൻഡ് നോട്ട് ആക്ടർ സൂര്യസ് വൈഫ്. പറഞ്ഞിരിക്കുന്നത് ഞാനിത് ജ്യോതിക എന്നുള്ള രീതിക്കാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ ലവർ എന്നുള്ള രീതിക്കാണ്, അല്ലാതെ ആക്ടർ സൂര്യയുടെ വൈഫ് എന്ന നിലയിലാണ് ഞാനിത് എഴുതുന്നത്. കങ്കുവ എ സ്പെക്ടാക്കിൾ ഇൻ സിനിമ. സോ പ്രൗഡ് ഓഫ് യു സൂര്യ ഫോർ ദി ആക്ടർ യു ആർ ആൻഡ് ഹൗ യു ഡെയർ ടു dream to take cinema forward. Definitely the first half hour doesn't work in the sound jarring. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അതായത് സൂര്യയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സൂര്യനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഫിലിം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ആക്ടിങ്ങിനെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് പറയുന്നത്. ഭയങ്കര പ്രൗഡാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. പിന്നെ അവർ തന്നെ വാസ്തവമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഹാഫ് അവർ എന്ന് പറയുന്നത് ഭയങ്കര സൗണ്ടിൻ്റെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ പറയുന്നത് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ആ ഒരു സൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന അവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറേ അധികം ആൾക്കാർക്ക് ഭയങ്കര അലർന്നത് പോലെ ആയിരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന ജ്യോതികയും സമ്മതിക്കുന്ന കാര്യമാണ്. Flaws are a part of most Indian films, so that's only fair, especially in the kind of a film wherein one experiments largely, and it's just the first half hour from the whole 3 hours. But to be true, it's an absolutely cinematic experience, a camera work in execution never before seen in Tamil cinema. വെട്രി പളനിസ്വാമി ഒരു സല്യൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു എക്സ്പെരിമെൻ്റൽ സിനിമ, അത് ഈ പറയുന്ന വലിയൊരു ബഡ്ജറ്റിൽ നടത്തിയിരിക്കുന്നത്, അതിനകത്ത് ഫോൾസ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഹൈ ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ള ഫിലിംസിലൊക്കെ ഒരുപാട് ഫ്ലോസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇതിനകത്ത് ക്യാമറ വർക്ക്, അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അത്രയും നല്ല രീതിക്ക് തന്നെയാണ് ഒരു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയായിരുന്നു എന്ന് അവർ പറയുന്നത്. അതിന് വെട്രി പളനിസ്വാമിക്ക് ഒരു സല്യൂട്ടും കൊടുത്തിട്ടാണ് ബാക്കി എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത്. I am surprised with the negative reviews from media and certain fraternities, as it's not done by them to this high level for the most intellectual big budget films I have seen earlier with age-old stories. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഇതിന് മുന്നേ പല സിനിമകളും ഭയങ്കര തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അടപടലം കുഴപ്പമായിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയധികം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ തന്നെ പറയുകയാണ്, അതായത് ഇതിന് മുന്നേ പല സിനിമകളും ആണെന്നുണ്ടെങ്കിൽ ഈ വിമൺ ഓർ സ്റ്റോക്ക്ഡ് ഡബിൾ മീനിങ് ഡയലോഗ്സ്, സ്പോക്കൺ നെഗറ്റിവിറ്റി, മോസ്റ്റ് ഓവർ ദി ടോപ്പ് ഓപ്ഷൻ സീക്വൻസസ്, അതായത് സ്ത്രീകളെ ഡബിൾ മീനിങ് പറയുക, അങ്ങനെ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുക, അങ്ങനത്തുള്ള കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് പോലും ഇത്രയധികം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് വാട്ട് അബൌട്ട് കങ്കുവാസ് പോസിറ്റീവ്സ്? പക്ഷേ എന്തുകൊണ്ടാണ് കങ്കുവയുടെ പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ പറയാതിരിക്കുന്നത്? അതെന്തുകൊണ്ടെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ദി വിമൺ ആക്ഷൻ സീക്വൻസ് ഇൻ സെക്കൻഡ് ഹാഫ് ആൻഡ് ദി യങ് ബോയ്സ് ലവ് ആൻഡ് വിട്രയൽ ഫോർ കങ്കുവ, ഐ തിങ്ക് ദേ ഫോർഗട്ട് അബൌട്ട് ദി ഗുഡ് പാർട്സ് വൈൽ റിവ്യൂവിങ്. അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിനകത്ത് വുമൻസ് അല്ലെങ്കിൽ അവിടെ ലേഡീസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ആക്ഷൻ സീൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ആ പയ്യനെ കുറിച്ച് പറയുന്നില്ല, കങ്കുവയുടെ ആ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതൊന്നും പറയാതെ അതിനെക്കുറിച്ച് മറന്നിട്ട് ഗുഡ് പാർട്സ് കുറേ ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒരു കാര്യം പോലും പറയാതെ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു.
Now this makes me wonder largely whether one should ever read, listen or believe them after all. It's sad they chose this much negativity for Kanguva on day first, even before the first show was over. ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറേയധികം സോഷ്യൽ ഇഷ്യൂസിനകത്ത് ഇടപെടുന്ന വ്യക്തിയാണ് ഇവരെന്ന് പറയുന്നത്, സൂര്യയും ജ്യോതിക്ക്. അപ്പം ചിലപ്പോൾ അതിൻ്റെതായിരിക്കും അവർ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പറയാൻ പറ്റത്തില്ല ഇങ്ങനെ. കാരണം ആദ്യത്തെ ഷോ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നെന്നാണ് പറയുന്നതെന്ന് പറയുന്നത്. when it actually deserves an applause for the concept and effort taken by the team to create 3D and such a magnificent visual. ആ പറഞ്ഞ ശരിയാണ്, ഇത്രയും വലിയൊരു 3D എഫക്റ്റ് അതിനെയൊക്കെ സത്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവരെടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ടീം അത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് പോലും ജസ്റ്റ് ഒരു നല്ല വാക്ക്, ശരിയാണ്, ഞാൻ കണ്ട റിവ്യൂസിലൊന്നും അത്തരത്തിൽ ഒരു നല്ല വാക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല. മൊത്തം ഇങ്ങനെ കളിയാക്കുന്ന രീതിക്ക്, അത്രയും താഴ്ത്തി കെട്ടുന്ന രീതിക്ക്, ഫുൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിക്കുള്ളത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ കമൻസും എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞാണെങ്കിൽ എത്രയോ നല്ല ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്, അതിനെയും പലപ്പോഴും ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ വല്ലാത്ത രീതിക്ക് വൃത്തികെട്ടത് വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വൃത്തികേട് വരുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് കയറി പോവുകയും ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഒരു നെഗറ്റിവിറ്റിയും സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. അപ്പം അവർ തന്നെ പറഞ്ഞു, ഞാനിത് സൂര്യയുടെ വൈഫ് എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, അവരൊരു സിനിമ ലവർ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ശരി, അവർ സാധാരണക്കാരുടെ നിലയിൽ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന സൗണ്ട് ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ 3D എഫക്റ്റ് ആയാലും അതിൻ്റെ ക്യാമറ റിവല്യൂഷൻ ആയാലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വല്ലാത്ത എക്സ്പീരിയൻസ്, ഒരു പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരാളും, പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ആ സെക്കൻഡ് പാർട്ടിലുള്ള സ്ത്രീകളുടെ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് അങ്ങനത്തുള്ള കുറച്ച് സീൻസൊക്കെ അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല, നല്ലതായിട്ട് അഭിനയിച്ച കാര്യങ്ങളോ ഒന്നും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സൂര്യ എന്ന് പറയുന്ന ആള് ഭയങ്കരമായിട്ട് കാലിബറുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്, നമുക്കറിയാം ആക്ടിങ് സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ട് സിനിമകൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ സിനിമകൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ്. കാക്ക പോലുള്ള സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെത് അത്രയും ഇഷ്ടപ്പെട്ട് കണ്ടിരുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഡയറക്ഷൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു കഥയുടെ സ്റ്റോറി, ആ തന്തു, ഇതിലൊക്കെ വലിയ കാര്യമാണ്. അതെങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഒരു എക്സ്പെക്ടേഷനുമായിട്ട് ആൾക്കാർ പോയിരുന്നത് ഒരു ബാഹുബലി ചിത്രം അല്ലെങ്കിൽ ഈ പറയുന്ന KGF പോലൊരു സിനിമ അങ്ങനെ. കാരണം ഇതിന് ട്രെയിലർ വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് സണ്ണി ഡിയോൾ പോലുള്ള ആള് ഇതൊക്കെ കണ്ട സമയത്ത് വല്ലാത്ത ആ ലെവല് കൂട്ടി പൊണിക്കൊണ്ടിരുന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ട സമയത്ത് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല, അയ്യേ എന്നൊരു സംഭവമാണ് വന്നത്. അത് റിവ്യൂ ആയിട്ട് വന്നു, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇത്രയധികം നെഗറ്റിവിറ്റി ആ മനുഷ്യരോട് സ്പ്രെഡ് ചെയ്യേണ്ടതെന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. ഇതിനേക്കാളും കോമാളി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് അവർ പറഞ്ഞത്. ഇനി മറ്റൊരു രീതിക്ക് എന്ന് പറയുന്നത്, ഒരു സിനിമ എടുക്കുന്ന 350 കോടിയൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്ന സമയത്ത്, എടുത്ത് ഇങ്ങനെ എറിയുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കേണ്ടത് ആവശ്യമില്ലെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ വേറൊരു തമിഴ് റിവ്യൂ ചെയ്യുന്ന ഒരു പയ്യൻ്റെ വീഡിയോ ഉണ്ട്, അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, അത് ചേർക്കുവാണ്. അതായത് രാജമൗലി ബാഹുബലി സിനിമ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ അവിടെ സ്കെച്ച് ചെയ്ത് വെച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന രാജമൗലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാഹുബലി സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ ബഡ്ജറ്റിൽ എടുത്തൊരു സിനിമ തന്നെയാണ്. പക്ഷെ ആ സിനിമയ്ക്ക് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടതാണ്. അപ്പോൾ അതിനകത്ത് ചെയ്തതെന്ന് പറയുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലേക്ക് മാറി പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇത് ഭയങ്കര ബിഗ് ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു ഫിലിമാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ എന്നിട്ട് പോലും അതിനകത്ത് ഫ്ലൈറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പോലും എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന രാജമൗലിനെ കണ്ടിരുന്നു. കാരണം അവർക്ക് ഹൈ ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലൊക്കെ പോകാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഈ പറയുന്ന ഒരു ഹോട്ടൽ, അതായത് അത് കേരളത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നത്, നമ്മുടെ വാട്ടർഫോളിൻ്റെ ഒരു സംഭവം സീക്വൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ അത്രയും വലിയ ഭയങ്കര അവർ പ്രതീക്ഷിച്ചിട്ടുള്ള വലിയ രീതിക്കുള്ള ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അത്യാവശ്യം ഉള്ള ഹോട്ടൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2-3 ഉണ്ടായിരുന്നുള്ളൂ അടുത്തായിട്ട്. അപ്പം അതിനകത്ത് ഏറ്റവും അത്യാവശ്യം നല്ല ലെവലിൽ പൈസ കൊടുക്കുന്ന ഒരു ഹോട്ടൽ, ആ ഹോട്ടലാണ് പ്രഭാസിനൊക്കെ റൂം തയ്യാറാക്കിയിരുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ രാജമൗലിയെ തിരക്കിയ സമയത്ത് അവിടെയൊന്നും കാണുന്നില്ല. അപ്പം പിന്നെ അന്വേഷിച്ച് പോയപ്പോഴാണ് അറിഞ്ഞത് അടുത്ത ഹോട്ടലാണ് രാജമൗലി. അപ്പം ചോദിച്ച സമയത്താണ് അറിയുന്നതെന്ന് പറയുന്നത് ആ ഹോട്ടലിനെ കഴിയും ബാക്കി എല്ലാവരും കൂടെ അവിടെ തന്നെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. എൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് മറ്റേ റൂംസിനെല്ലാം 1000 രൂപ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവിടേക്ക് എല്ലാവരും കൂടെ അങ്ങ് കൂടിയെന്നുള്ള രീതിക്ക് പറഞ്ഞത്. അപ്പോൾ അവിടെ സംഭവം ചീപ്പ് റേറ്റ് അങ്ങനൊരു സംഭവമല്ല വരുന്നത്. അതായത് ഈ സിനിമയ്ക്ക് ഇങ്ങനെയുള്ള ഈ നമ്മളൊക്കെ അറിയാവുന്ന കാര്യമല്ല, പ്രൊഡക്ഷൻ എന്നൊക്കെ
എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് വെച്ചിരിക്കും. ആ ബഡ്ജറ്റിനകത്ത് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ലെവലിലേക്ക് കൈവിട്ട് പോകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു രീതിക്ക് വേണം നോക്കാമെന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് ഈ ഒരു ഫിലിമിൻ്റെ മേക്കിംഗ് വേണ്ടി 5 വർഷം എന്തോ എടുത്തു എന്നുള്ളൊരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത്രയും കൃത്യതയോടെ അത്രയും വ്യക്തതയോടെ ഓരോ കാര്യത്തിലും, അതായത് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ബാക്കി കാര്യത്തിലൊക്കെ വരുന്ന ആ പൈസ അത്രയും സേവ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ തന്നെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകും. അതൊരു സിനിമ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു അപ്ലോസ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് ആ സിനിമയെ കൊണ്ടുവരാൻ അത്രത്തോളം ഓരോ കാര്യങ്ങളിലും അത്രയും ശ്രദ്ധ പുലർത്തുന്നൊരു സംഭവമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പം ചുമ്മാതെ നമ്മളൊരു ശരിയാണ്, ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും ഇത്രയും ഒരു സിനിമ എടുക്കുന്നത്. പക്ഷേ ഇത്രയും പൈസ മുടക്കി എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത്രയും ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഒരു സ്റ്റോറി കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ, അതിനകത്ത് ഈ പറയുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാൻ, അതിനുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അവിടെ എത്ര ബഡ്ജറ്റ് എടുക്കണമെന്നൊരു കാര്യം, എത്രത്തോളം അത് കുറയ്ക്കാം കൂട്ടാം, ഇങ്ങനെ കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ലോജിക്കിൻ്റെ ഭാഗമാണ്. അത് ചിന്തിക്കേണ്ട കാര്യമാണ് വരും വരായികളെ കുറിച്ച്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ബാഹുബലി അല്ലെങ്കിൽ രാജമൗലി എന്ന് പറയുന്ന ഒരാളെ സമ്മതിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു സിനിമ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. പിന്നെ ഈ ജ്യോതിക പറഞ്ഞ കാര്യമാണ്, എനിക്കും തോന്നിയ കാര്യമാണ്. ഒരു പക്ഷേ സൂര്യ എന്ന് പറയുന്ന നടനോടുള്ള ഭയങ്കരമായിട്ടുള്ള അയാൾ ഇതുവരെ കൃത്യമായിട്ട് ഒരാൾ നല്ലൊരു ഡയറക്ടർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഭയങ്കര കാലിബറുള്ള ഒരു വ്യക്തിയാണ്. അത്രയും നല്ല രീതിക്ക് നമുക്കറിയാവുന്ന കാര്യം 1000 പോലുള്ള സിനിമകളിനകത്ത് അത്രയും നല്ല രീതിക്ക് അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെക്കാളും ഭയങ്കര പൊട്ടത്തരമുള്ള സിനിമകൾ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ആളെയൊന്നും പറയുന്നില്ല. എന്നിട്ട് പോലും ഇത്രയും എനിക്ക് തോന്നില്ല. പക്ഷേ എനിക്കൊന്ന് ഇന്ന് കുറേ ആയിട്ട് റീസെൻ്റ്ലി ഭയങ്കര ഈ റിവ്യൂസൊക്കെ ഭയങ്കര രീതിക്ക് പോവുകയാണ്. അതായത് ആൾക്കാരൊക്കെ ഭയങ്കര മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തും പറയാമല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ, ആ ലെവലിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമാകാം. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് ജ്യോതിക പറഞ്ഞ കണക്ക് ഒരു അജണ്ടയുടെ ഭാഗമാകാം. അവർ കുറേ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അവർക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ചിലപ്പം മേ ബി അങ്ങനെ ആയിരിക്കാം, ചിലപ്പം ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടേതായിട്ടുള്ളൊരു വശം പറഞ്ഞു. അതിനെക്കുറിച്ച് ശരിയാണ്, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും വശം ഉണ്ടെങ്കിൽ അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഒരു റിവ്യൂവിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ റിവ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രം മൊത്തത്തിൽ തകർത്തെറിയാന്നൊരു സംഭവമല്ലല്ലോ, അവിടെ പോസിറ്റീവും കൂടി പറയാവുന്നൊരു സംഭവമുണ്ട്. അത് പറയാൻ എത്ര പേര് ശ്രമിച്ചിരുന്നു എന്നറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.